സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ പറയാം. ഞാൻ ഇങ്ങനെ കമന്റിൽ ഇങ്ങനെ കണ്ടു, ജാസ്മിൻ ആകുമ്പോൾ ഇവിടെ ഒരു ലവ് ട്രാക്ക് കാണും, ഷോപ്പർ. ഞാൻ അപ്പോൾ വിചാരിച്ചു എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്. ഞാൻ അവിടെ പ്രേമിക്കാനല്ല പോകുന്നത്, ഞാൻ ഗെയിം കളിക്കാനാണ് പോകുന്നത്. എന്താണ് എൻ്റെ പേരെന്താ? എൻ്റെ പേര് ജാഫർ. ഓക്കെ, ഞാൻ പോട്ടെ. ശരിക്കും പോട്ടെ. ശരി. കാതൽ എൻ്റെ ഒരു സംഭവമല്ല. തന്റെ ഈ വേഷം കെട്ടൊന്നും കിഴക്കമായിട്ട് കുരിലെടുത്ത് നടക്കില്ല. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. എന്താടാ ഒരിളക്കം? എന്താ ഇളക്കി കൂടെ? ജാസ്മിൻ ആകുമ്പോൾ ഇവിടെ ഒരു ലവ് ട്രാക്ക് കാണും, ഷോപ്പർ. ഞാൻ അപ്പോൾ വിചാരിച്ചു എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്. ഞാൻ അവിടെ പ്രേമിക്കാനല്ല പോകുന്നത്, ഞാൻ ഗെയിം കളിക്കാനാണ് പോകുന്നത്. ഞാൻ ആരുമല്ല, നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. പുള്ളി എവിടെയാ? പുള്ളി കാക്ക പോയതിന്റെ സങ്കടത്തില. അല്ല, നട്ടപ്പാതിരിക്ക് ചിലപ്പോ എന്നെ വിളിച്ചേന്നിപ്പിക്കേ, പുള്ളിയുടെ ബെഡ് വേണമെന്ന് പറഞ്ഞോണ്ട്. എന്നിട്ട് പിന്നെ നാളെ ലാലേട്ടൻ വരുന്ന അടുത്ത ആഴ്ച പുള്ളി അതും പറഞ്ഞ് കണക്കും. എന്തൊക്കെയാ നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. എന്തിനാ ഇങ്ങനെ എന്നെ ഇറിറ്റേറ്റ് ആക്കുന്നേ? പറഞ്ഞൂടെ. പഠിച്ചോളി, ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പോയി ഒരു കാതലങ്ങ് കാതലിക്കണം അല്ലയോ? ഒരക്ഷരം പോലും തെറ്റിയില്ല. കലവാരത്തില്ല. കാതൽ എൻ്റെ ഒരു സംഭവമല്ല. ഓക്കെ, നട്ടപ്പാതിര പട്ടാപ്പകലാണെന്ന് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള നിന്റെ ശേഷിയുണ്ടല്ലോ, സത്യത്തിൽ അതാണ് എന്നെ അട്രാക്ട് ചെയ്തത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, കുറേ പേര് പറയുന്നത് ജാസ്മിൻ ആണെങ്കിൽ അവിടെ ഡബിൾ സ്റ്റാൻഡ് ആയിരിക്കും, ജാസ്മിൻ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഞാനായിട്ട് നിൽക്കാനാണ് പോണത്. അന്നും ഇന്നും എന്നും രാജയും രാജയുടെ പിള്ളേരും സ്ട്രോങ് ആണ്. ഡബിൾ സ്ട്രോങ് അല്ല, ട്രിപ്പിൾ സ്ട്രോങ്. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.